empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷല പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പഴയ നിയമത്തിലെ യൂദത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത്. തൻ്റെ ജീവിതത്തിൽ കർത്താവിന് ആവശ്യമായ ഒരവസ്ഥ വന്നപ്പോൾ, കർത്താവിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വന്നപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന യൂദത്തിനെയാണ് നമ്മൾ കണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഒരു ചോദ്യം അറിയുന്നുണ്ട്. എനിക്ക് വേണ്ടി ആരാണ് പോവുക എന്ന്, ആരെയാണ് ഞാൻ അയക്കുക എന്ന്. അതിൽ യെശയ്യാ പ്രവാചകൻ ഉടനടി ഉത്തരം കൊടുക്കുന്നുണ്ട്, ഞാൻ പോകാമെന്ന്. അതുപോലെ ഇവിടെ യൂദിത്ത് ഇസ്രായേൽ ജനത്തിന് വലിയ ഒരു ആവശ്യം വന്നപ്പോൾ, കർത്താവിന്റെ ജനം വലിയൊരു പ്രതിസന്ധിയിലായപ്പോൾ സ്വയം ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്ത് കർത്താവിന്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ ഒരുക്കത്തോടെ കർത്താവിന് പ്രയോജനകരമാകാൻ വേണ്ടി യൂദിത്ത് പോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് നാം ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. ആരാണ് എനിക്ക് വേണ്ടി പോവുക എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. നമുക്കും ഒരുക്കമുള്ളവരായിരിക്കാം പ്രിയമുള്ളവരെ. ഹൃദയങ്ങളെ ഒരുക്കി കർത്താവിനായി ഉപകാരപ്പെടുന്ന ജീവിതങ്ങളാക്കി നമുക്ക് മാറാം. സങ്കീർത്തന പുസ്തകം 108 അധ്യായം 1 വാക്യത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ദൈവമേ എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ തയ്യാറാണ് കർത്താവേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുകയാണെന്ന്. നമുക്കും സങ്കീർത്തകനോട് ചേർന്ന് നമ്മുടെ കർത്താവിനെ പാടി പുകഴ്ത്താനായിട്ട് ഒരുങ്ങാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ വചനം രൂപാന്തരം വരുത്തുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ സ്നേഹത്തിലായിരുന്നു കൊണ്ട് ഞങ്ങൾ ഒരുക്കമുള്ളവരാണ് കർത്താവെ, ഞങ്ങൾ റെഡിയാണ് എന്ന് നമുക്ക് കർത്താവിനോട് ഏറ്റു പറഞ്ഞ് നമുക്ക് രാജാവിനെ, നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് വാഴ്ത്താനായിട്ട്, പാടി പുകഴ്ത്താനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ രാജ്യവേലയ്ക്കായിട്ട് കർത്താവെ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ഒരുക്കമാണ് കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ. കർത്താവെ, ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ എപ്പോഴും നോക്കി പരിപാലിക്കുന്ന, ഇഷ്ടത്തോടെ ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആത്മശക്തിയാൽ എന്നുള്ളം നിറച്ചോരു ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആത്മശക്തിയാൽ എന്നുള്ളം നിറച്ചോരു ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ആരാധന. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം
കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഒരുക്കമുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ആയിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എപ്പോഴും ഒരുക്കമുള്ളവളായി കർത്താവിൻ്റെ മുൻപിൽ വ്യാപരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങളുടെ ജീവിതത്തിലും വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിൻ്റെ പാലക, കർത്താവിൻ്റെ വിളിയോട് എപ്പോഴും അനുകൂലമായിട്ട് നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ആ ഒരു അഭിഷേകം വളർന്നു വരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശു ക്രിസ്തുവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, യൂദിത്ത് സ്വയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവൾ ഒരുങ്ങി ഇറങ്ങുകയാണ്. അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തയ്യാറുള്ളവളായി കർത്താവിൻ്റെ മിഷന് വേണ്ടി അവൾ ഇറങ്ങി പുറപ്പെടുകയാണ്. തുടർന്ന് വളരെ തന്ത്രപരമായി എന്നാൽ ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞ് അവൾ ശത്രുപാളയത്തിലേക്ക് കടന്നു ചെന്ന് തൻ്റെ ദൗത്യം വളരെ വിജയകരമായിട്ട് അവൾ പൂർത്തീകരിക്കുകയാണ്. ശത്രുവിൻ്റെ സൈന്യാധിപനായ ഹോളോഫെർണസിനെ വളരെ വിവേകത്തോടെ ജ്ഞാനത്താൽ നിറഞ്ഞ് അവനെ വധിക്കുകയാണ്. അവരെല്ലാവരും അവളുടെ ജ്ഞാനത്തിൽ വളരെ സംപ്രീതരായി നിൽക്കുന്ന സമയത്ത് ശത്രുപാളയത്തിലെ ഒരാൾക്ക് പോലും അവളുടെ ആ ഒരു തന്ത്രപരമായ നീക്കത്തെ, ദൈവിക ജ്ഞാനത്തിൽ നിറഞ്ഞ പെരുമാറ്റത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൾ തൻ്റെ ആ ഒരു ദൗത്യം, കർത്താവിൽ നിന്നും സ്വീകരിച്ച ആ ഒരു ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിച്ച് തിരിച്ച് ഇസ്രായേൽ സൈന്യത്തിലേക്ക്, ഇസ്രായേൽ ആ ഒരു ദേശത്തേക്ക് അവൾ മടങ്ങി വരികയാണ്. അവിടെ നമുക്ക് അവളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന, നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ട വളരെ ശ്രേഷ്ഠമായ ഒരു സ്വഭാവത്തെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് യൂദിത്തിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ 11-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യൂദിത്ത് ദൂരെ വെച്ചു തന്നെ, യൂദിത്ത് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വരികയാണ്. ദൂരെ വെച്ചു തന്നെ കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു, കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു, തുറക്കൂ, തുറക്കൂ, വാതിൽ തുറക്കൂ, വാതിൽ തുറക്കൂ. ദൈവം നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്, ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ഇസ്രായേലിൽ തന്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കൾക്കെതിരെ തന്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാക്കുന്നതിനു വേണ്ടി തന്നെ വളരെ വിജയശ്രീലാളിതയായിട്ട് യൂദിത്ത് തിരിച്ചു വരികയാണ്. അവൾ ഒത്തിരിയേറെ ആ ഒരു മിഷൻ പൂർത്തീകരിക്കാൻ അവൾ ഒത്തിരിയേറെ പ്രയത്നിച്ചിട്ടുണ്ട്. വലിയ ഭീഷണികളെ നേരിട്ടിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയായിരുന്നു അവളുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവൾ തിരിച്ചു വരുമ്പോൾ അവൾ എന്താ വിളിച്ചു പറയുന്നേ? ഇസ്രായേലിന്റെ ദൈവത്തിന് സർവമഹത്വവും അവൾ കൊടുക്കുകയാണ്. താൻ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് അവൾ വിളിച്ചു പറയുകയാണ്. ഇസ്രായേലിന്റെ ദൈവത്തിനാണ് അവൾ അവിടെ മഹത്വം കൊടുക്കുന്നത്. ആ ഒരു വലിയ വിജയത്തിൽ കർത്താവിനെയാണ് അവൾ അവിടെ ഉയർത്തുന്നത്. അവൾ നേടിയെടുത്തത്, അല്ലെങ്കിൽ അവളിലൂടെ കർത്താവ് ചെയ്തത് ഒട്ടും നിസ്സാരമായൊരു കാര്യമായിരുന്നില്ല. ഇസ്രായേലിലെ സൈന്യത്തിന് മുഴുവൻ പേടിച്ചിരുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവൾ തനിച്ച് ഇറങ്ങിപ്പോയത്. എന്നിട്ട് വളരെ വിജയകരമായിട്ട് അവൾ തിരിച്ചു വരികയാണ്. ഒരു വാക്ക് പോലും സ്വയം പുകഴ്ചയ്ക്കായി അവൾ അവിടെ പറയുന്നില്ല. തൻ്റെ പ്രവൃത്തിയോ തൻ്റെ സ്ട്രാറ്റജിയോ തൻ്റെ ആ ഒരു കഴിവോ ഒന്നും അവൾ അവിടെ എടുത്തു പറയുന്നില്ല. എന്താണ് അവൾ പറയുന്നത്? അവൾ മുഴുവൻ കർത്താവിനെ ഉയർത്തുകയാണ്. കർത്താവിന് അവൾ മഹത്വം കൊടുക്കുകയാണ്. അവൾ ഒത്തിരിയേറെ അധ്വാനിച്ചിട്ടുണ്ട്. അവളുടെ ആ ഒരു ബുദ്ധി ഒത്തിരിയേറെ അവിടെ കളിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം പിറകിലുണ്ടായിരുന്നത്
കർത്താവിന്റെ കരമാണെന്ന് അവൾ തിരിച്ചറിയുകയാണ്. തനിക്ക് ബുദ്ധിയും ജ്ഞാനവും കഴിവും ഒക്കെ നൽകിയത്, തന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായതെല്ലാം തനിക്ക് ചേർത്ത് വെച്ച് തന്നത് തന്റെ സൃഷ്ടാവായ ദൈവമാണെന്ന് അവൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ ഒരു സ്വഭാവത്തിലേക്കാണ് പ്രിയമുള്ളവരെ ഇന്ന് യൂഥത്തിലൂടെ കർത്താവ് നമ്മെ ഓരോരുത്തരുടെയും ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. നമുക്കുള്ളതെല്ലാം, നമ്മുടെ ബുദ്ധി ആയിക്കൊള്ളട്ടെ, ശക്തി ആയിക്കൊള്ളട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, എന്തും കർത്താവ് നൽകിയതല്ലേ? അതുപയോഗിച്ച് നമ്മൾ എന്ത് തന്നെ ചെയ്താലും അതിൻ്റെ മഹത്വം ആർക്കുള്ളതാ? അത് കർത്താവിന് മാത്രമുള്ളതാണ്. എപ്പോഴും മഹത്വം കർത്താവിന് മാത്രമുള്ളതാണ്. ആ ഒരു വലിയ പാഠമാണ് യൂദിത്ത് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. തുടർന്ന് വീണ്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ 13-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. വലിപ്പചെറുപ്പമെന്നിയെ അവരെല്ലാവരും ഒന്നിച്ചോടി. ഇസ്രായേൽ ദേശത്തെ എല്ലാവരും ഒരുമിച്ച് ഓടി വരികയാണ്. കാരണം അവൾ തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ വാതിൽ തുറന്ന് അവരെ അകത്തു കടത്തി വെളിച്ചത്തിനു വേണ്ടി തീ കത്തിക്കുകയും അവരുടെ ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു. ഇസ്രായേൽ ദേശം മൊത്തം ഇളകി വരികയാണ്. അവൾ ഇങ്ങനെ പുറപ്പെട്ടപ്പോൾ ആരും വിചാരിച്ചിട്ടില്ല അവൾ വിജയിച്ച് തിരിച്ചു വരുമെന്ന്. അവളുടെ വിജയത്തോടെയുള്ള മടങ്ങി വരവ് ഇസ്രായേലിലെ ഓരോ വ്യക്തിക്കും വലിയ അത്ഭുതത്തിന് കാരണമാവുകയാണ്. അവരെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് ഓടി വരികയാണ്. അവരെല്ലാവരും ചുറ്റും കൂടി നിൽക്കുമ്പോൾ വീണ്ടും യൂദിത്ത് എന്താ പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. 14-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തന്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എന്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനുമായ ദൈവത്തെ സ്തുതിക്കുവിൻ. അവൾ വീണ്ടും സർവമഹത്വവും കർത്താവിന് കൊടുക്കുകയാണ്. ഇസ്രായേലിന് വിടുതൽ നൽകിയത് കർത്താവാണെന്ന്, തൻ്റെ കരത്തിലൂടെ കർത്താവാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് അവൾ ഏറ്റു പറയുകയാണ്. കർത്താവിനെ സ്തുതിക്കുകയാണ്. അവളുടെ ആ ഒരു ഏറ്റുപറച്ചിൽ കേട്ടപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നേ? നമുക്ക് 17-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ജനം അത്ഭുത പരതന്ത്രരായി ദൈവത്തെ കുമ്പിട്ടാരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു. ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ ജനത്തിന്റെ ശത്രുക്കളെ ഇന്ന് അവിടുന്ന് നിന്ദ്യരാക്കി. യൂദത്തിന്റെ ഈ ഒരു വലിയ ഏറ്റുപറച്ചിലിലൂടെ ജനം ഒരുമിച്ച് കർത്താവിനെ പുകഴ്ത്തുകയാണ്. കർത്താവിലേക്ക് അവരെല്ലാവരും തിരിച്ചു വരികയാണ്. കർത്താവിന് യൂദിത്ത് അവിടെ മഹത്വം കൊടുത്തപ്പോൾ കർത്താവിന്റെ നാമം അവിടെ ഉയർത്തപ്പെടുന്നതാ പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്. ജനം ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാരാധിക്കുകയാണ്. അവിടം കൊണ്ടും തീർന്നില്ല. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം വാക്യത്തിൽ നമുക്ക് വീണ്ടും കർത്താവിന്റെ പേരിൽ യൂദിത്തിനെ ആശംസിക്കാനായി അവിടെ ഒത്തിരി പേർ ഒരുമിച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് ഇസ്രായേലിന് ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയും യൂദിത്തിനെ സന്ദർശിച്ച് മംഗളം ആശംസിക്കുകയും ചെയ്യാൻ പ്രധാന പുരോഹിതനായ യോവാക്കീമും ജെറുസലേമിലെ ഇസ്രായേൽക്കാരുടെ ആലോചനാ സംഘവും വന്നു. ഇവിടെ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ജനം മുഴുവൻ അവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രധാന പുരോഹിതനും ആലോചനാ സംഘവും ഒക്കെ കടന്നു വരികയാണ് യൂദിത്തിനെ ആശംസ അറിയിക്കാനായിട്ട്, യൂദിത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യുവാനായിട്ട് ഇവരെല്ലാവരും വരികയാണ്. തുടർന്ന് 12-ാം വാക്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകൾ എല്ലാവരും കൂടെ അവളെ കാണാനെത്തി. അവർ അവൾക്ക് ആശ്വസരുളി. ചിലർ അവളുടെ മുൻപിൽ നൃത്തം ചെയ്തു. വീണ്ടും ജനം കൂടി വരികയാണ് അവളെ ആശംസിക്കുവാനായിട്ട്. സ്ത്രീകളെല്ലാവരും കടന്നു വരികയാണ്. പ്രധാന പുരോഹിതനും അവിടെ ആലോചനാ സംഘത്തിലെ പ്രധാനപ്പെട്ടവരെല്ലാവരും അവിടെയുണ്ട്. ജനം മുഴുവൻ തന്നെ അവിടെയുണ്ട്. അപ്പോൾ യൂദിത്ത് എന്താ ചെയ്യുന്നേ? 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗം മുതൽ 14-ാം വാക്യം വരെ നമുക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം. അവളാകട്ടെ മരച്ചില്ലകൾ എടുത്ത്
തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾക്കു നൽകി. അനന്തരം അവളും കൂടെ ഉണ്ടായിരുന്നവരും ഒലിവിലകൾ കൊണ്ട് കിരീടമുണ്ടാക്കി അണിഞ്ഞു. ആ മഹിളകളുടെ മുൻപിൽ നിന്ന് നൃത്തം ചെയ്ത് അവരെ നയിച്ചുകൊണ്ട് അവൾ ജനത്തിന്റെ മുൻപിൽ പോയപ്പോൾ ആയുധധാരികളായ ഇസ്രായേൽ പുരുഷന്മാർ പൂമാലകൾ അണിഞ്ഞ് പാട്ടുപാടിക്കൊണ്ട് അവരെ അനുഗമിച്ചു. യൂദിത്ത് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാസ്തോത്രം ആലപിച്ചു. ജനം ആ സ്തുതിഗീതം ഉച്ചത്തിൽ ഏറ്റുപാടി. ഇവിടെ ആ ഒരു വലിയ വിജയത്തിന് ശേഷം യൂദിത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യുവാനായിട്ട്, യൂദിത്തിനെ അഭിനന്ദിക്കുവാനായിട്ട് ഇത്രയേറെ ജനങ്ങൾ കടന്നു വരികയാണ്. സ്ത്രീകൾ അടക്കം എല്ലാവരും ഒന്നടങ്കം അവളെ പുകഴ്ത്തുമ്പോൾ അവൾ അവിടെ എന്താ ചെയ്തത്? അവൾ അവർക്കൊക്കെ മരച്ചില്ലകൾ കൊടുത്ത് കർത്താവിനെ സ്തുതിക്കുന്നതിന് അവൾ നേതൃത്വം കൊടുക്കുകയാണ്. അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് കർത്താവിനെ അവൾ പാടി ആരാധിക്കുകയാണ്, നൃത്തം ചെയ്ത് സ്തുതിക്കുകയാണ്. അവൾ അവർക്കൊക്കെ കർത്താവിന്റെ സ്തുതി ഏറ്റുപാടി കൊടുക്കുകയാണ്. ഒട്ടും അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്വയം പുകഴ്ചയുടെ ഭാവം അവിടെ നമ്മൾ കാണുന്നില്ല. ഒരു വാക്യത്തിൽ പോലും അവളുടെ ഒരു മഹിമയെ അവൾ അവിടെ എടുത്തു പറയുന്നില്ല. ഓരോ വാക്യത്തിലും, ആ പ്രാർത്ഥനയിൽ ഓരോ വാക്യത്തിലും അവൾ കർത്താവിനെ എടുത്തു പറഞ്ഞ് ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. തൻ്റെ കയ്യിലൂടെ കർത്താവ് ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ മഹത്വത്തിൽ നിന്ന് ഒരു അംശം പോലും യൂദിത്ത് സ്വയം ഏറ്റെടുക്കുന്നില്ല. പരിപൂർണമായും അവിടെ അവൾ കർത്താവിനെ ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ജനത്തിന് മുഴുവൻ അവൾ ആരാധനയിലേക്ക്, കൃതജ്ഞതാ സ്തോത്രത്തിലേക്ക് നയിക്കുകയാണ്. അടുത്ത അധ്യായം മുഴുവൻ അവൾ നന്ദി പറഞ്ഞ് പാടുന്ന കീർത്തനമാണ് നമ്മൾ കാണുന്നത്. അതിൽ 2-ാം വാക്യം, 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ്. ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ്. എന്നെ പിന്തുടർന്നവരുടെ കൈകളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവിടുന്ന് എന്നെ രക്ഷിച്ചു. ജനത്തിന്റെ മധ്യത്തിൽ അവിടുത്തെ പാളയത്തിലേക്ക് എന്നെ നയിച്ചു. അവൾ വീണ്ടും വീണ്ടും കർത്താവിന്റെ ആ ഒരു നയിപ്പിനെ ഏറ്റു പറയുകയാണ്. തന്നിലൂടെ പ്രവർത്തിച്ച കർത്താവിനെ അവൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. തൻ്റെ കരത്തിലൂടെ കർത്താവ് ചെയ്ത ആ അത്ഭുത കൃത്യത്തെ ജനത്തിന്റെ മുൻപിൽ അവൾ ഏറ്റു പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യത്തിനും എപ്രകാരമാണ് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതെന്ന് യൂദിത്ത് നമുക്ക് കാണിച്ചു തരികയാണ്. അവിടെ അവളുടെ ഒത്തിരിയേറെ പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു, വലിയ പ്ലാനിങ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വാക്യത്തിൽ പോലും അവൾ സ്വയം മഹത്വം സ്വീകരിക്കുന്നില്ല. സർവ്വതും അവൾ കർത്താവിന് നൽകുകയാണ്. കർത്താവിനെ ജനത്തിന്റെ മധ്യത്തിൽ ഉയർത്തുകയാണ്. ഇത്രയേറെ ജനത്തിന്റെ മുൻപിൽ ഒരിക്കൽ പോലും എനിക്കിത് ചെയ്യാൻ സാധിച്ചു, എൻ്റെ ഒരു മഹത്വം അവൾ ഒരിക്കലും അത് എടുക്കുന്നില്ല. ഓരോ വാക്യത്തിലും കർത്താവിനെ അവൾ വീണ്ടും വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ അധ്യായത്തിൽ തന്നെ 5-ാം വാക്യം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ സർവശക്തനായ കർത്താവ് ഒരു സ്ത്രീയുടെ കൈയാൽ അവന്റെ പദ്ധതികൾ തകിടം മറിച്ചു. ശത്രുവിന്റെ പദ്ധതികൾ തകിടം മറിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ യൂദിത്ത് വീണ്ടും വീണ്ടും കർത്താവിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതിന് നേരെ വിപരീതമായി, കോൺട്രാസ്റ്റ് എന്ന് പറയാം, നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒരു സംഭവം കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്കൊക്കെ പരിചിതമാണ് ബാബേൽ ഗോപുരം എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിച്ചത്? നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ 4-ാം തിരുവാക്യം നമുക്കൊന്ന് വായിക്കാം. അവർ പരസ്പരം പറഞ്ഞു. ഇവിടെ അവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നോഹയുടെ കാലത്തെ ജലപ്രളയത്തിനൊക്കെ ശേഷം ഒരു 3-4 തലമുറ അങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഒരു കാലത്ത് അന്നത്തെ ജനം, ഷീനാർ ദേശത്ത് ആ ഒരു ഭാഗത്തുള്ള ജനം, അവർ പരസ്പരം പറയുകയാണ്, നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നി ചിതറിപ്പോകും. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്വയം പ്രശസ്തി നിലനിർത്താൻ വേണ്ടി, തങ്ങളുടെ തന്നെ പേര് ഉയർത്തി കാണിക്കാൻ വേണ്ടി ഇവിടെ ആ ഷീനാർ ദേശത്തുള്ള നിവാസികൾ അവർ ഒരുമിച്ച് ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണ്. വലിയൊരു ഗോപുരം നിർമ്മിച്ച് തങ്ങളുടെ പ്രശസ്തി നിലനിർത്താൻ,
ഭൂമുഖത്ത് ചിന്നിച്ചിതറി പോകാതെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി അവർ ഒരു വലിയ പരിപാടിയുമായിട്ട് കടന്നു വരികയാണ്. മാനുഷിക ബുദ്ധിയിൽ അവർ വലിയൊരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അവിടെ കഴിവുള്ളവരുടെ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. വളരെ പ്രാബല്യമുള്ള, കഴിവുള്ള, ശ്രേഷ്ഠരായ വ്യക്തികളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. 10-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. കുഷിന് കുഷ് എന്ന് പറയുമ്പോൾ നോഹയുടെ മകനായ ഹാമിന്റെ പുത്രനാണ് കുഷ്. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു. നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ എന്ന് പറയുമ്പോൾ അത്രമാത്രം കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു നിമ്രോദ്. തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നിമ്രോദിന്റെ മറ്റും നേതൃത്വത്തിലാണ് ഈ ഒരു ഗോപുരം ഷിനാർ ദേശത്ത് പണിതുയർത്തപ്പെടുന്നത്. തങ്ങളുടെ തന്നെ പ്രശസ്തി നിലനിർത്താൻ, അത് മൺമറഞ്ഞു പോകാതിരിക്കാൻ അവർ ഒരുമിച്ച് ഒരു ദേശത്ത് വലിയൊരു ഗോപുരം പണിതുണ്ടാക്കുകയാണ്. എന്നാൽ അവിടെ കർത്താവിനോട് അവർ ആലോചന ചോദിക്കുന്നില്ല. കർത്താവിനെ ഉയർത്താൻ അവർക്ക് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. തങ്ങളുടെ തന്നെ പ്രശസ്തി നിലനിർത്താൻ വേണ്ടി അവരെടുത്ത ഒരു എഫേർട്ടായിരുന്നു ആ ഒരു ഗോപുരം. അവിടെ എന്താ സംഭവിച്ചത്? 11-ാം അധ്യായം 7-8 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? തങ്ങളുടെ തന്നെ ഉയർച്ചയ്ക്ക് വേണ്ടി, മഹത്വത്തിന് വേണ്ടി അവർ പ്രയത്നിച്ചപ്പോൾ സ്വർഗത്തിന്റെ വിധി ആ ഒരു ഗോപുരത്തിന്റെ മേൽ ഉണ്ടാവുകയാണ്. അവിടെ മൊത്തം ഒരുമിച്ച് ഐക്യത്തോടെ മുന്നേറാൻ വേണ്ടി അവർ നിർമ്മിച്ച ആ ഒരു ഗോപുരം അവരെ ഭൂമിയിലാകെ ചിന്നിച്ചിതറിക്കുന്ന ഒരു കാര്യമായി മാറുകയാണ്. കർത്താവിന് യാതൊരു സ്ഥാനവും കൊടുക്കാതെ മാനുഷിക കഴിവുകളിലും മാനുഷിക ബുദ്ധിയിലും ആശ്രയിച്ച് അവർ പണിതപ്പോൾ, അവരുടെ തന്നെ പ്ലാനിങ്ങിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? അത് താറുമാറായി പോവുകയാണ്. എന്നാൽ യൂദിത്ത്, അവൾ ഒരു ഒറ്റ വ്യക്തിയായിരുന്നു. പരിപൂർണമായും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവൾക്കൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, ഒരു സ്ട്രാറ്റജി അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അത് കർത്താവിൽ നിന്ന് അവൾ പ്രാപിച്ചെടുത്തതായിരുന്നു. പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും ആലോചന സ്വീകരിച്ച് അവൾ ഒരു പ്ലാൻ ഉണ്ടാക്കി. അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ അവൾക്ക് സാധിക്കുകയാണ്. കർത്താവിന്റെ മഹത്വത്തിന് അത് വലിയ കാരണമായി തീരുകയാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായം 18-ാം തിരുവാക്യത്തിൽ നമ്മുടെ കർത്താവ് നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട്. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു. എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്. അവനിൽ അനീതിയില്ല. കർത്താവ് വളരെ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരികയാണ്. സ്വന്തം ബുദ്ധിയിൽ സംസാരിക്കുന്നവൻ, സ്വന്തം പ്രവർത്തികളിൽ ആശ്രയിക്കുന്നവൻ, അവൻ കർത്താവിനെ അവിടെ ഉയർത്തുന്നില്ല. അവനവന് വേണ്ടിയാ പ്രയത്നിക്കുന്നേ, അവിടെ കർത്താവിനെ ഉയർത്തുന്നില്ല. പരിപൂർണമായും കർത്താവിൽ ആശ്രയിച്ച് പൂർണ്ണമായും കർത്താവിന് വേണ്ടി നിൽക്കാനാ കർത്താവ് ഇവിടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പസ്തോലന്മാരുടെ ജീവിതമൊക്കെ നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? നമുക്കറിയാം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 6-ാം തിരുവാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇത് വ്യക്തമാക്കി തരുന്നുണ്ട്. ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ എന്ന നിലയിൽ മേന്മ ഭാവിക്കാമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. വളരെ വ്യക്തമായിട്ടാ പൗലോസ് ശ്ലീഹ നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പസ്തോലന്മാർക്ക് അന്ന് വലിയ ഒരു സ്ഥാനമുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. എന്നാൽ അവർ ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മഹത്വം അന്വേഷിച്ചില്ല എന്ന് ശ്ലീഹ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതേസമയം നമുക്കൊരു ആഹ്വാനവും പൗലോസ് ശ്ലീഹ നൽകുന്നുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ നാം ഓരോരുത്തരോടും പറയുകയാണ്, അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. എന്ത് തന്നെ ചെയ്താലും അവിടെ
കർത്താവിന് മഹത്വം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ഭക്ഷിക്കലാകട്ടെ, പാനം ചെയ്യലാകട്ടെ, എന്ത് തന്നെ ആയാലും അത് കർത്താവിന്റെ മഹത്വത്തിനായി ചെയ്യാൻ പൗലോസ്ലീഹ നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. യൂദിത്തിന്റെ ജീവിതം നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നത് അതല്ലേ? അവളുടെ ആ പ്രവർത്തികളെല്ലാം ദൈവ മഹത്വത്തിന് വലിയ കാരണമായി തീരുകയായിരുന്നു. ഇന്ന് നമ്മൾ അനുദിന ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഈശോ നമ്മളോട് പറയുന്നുണ്ട്. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മളുടെ ഓരോ പ്രവർത്തികളിലും കർത്താവിന്, സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം ഉണ്ടാകണം. അപ്രകാരം ലോകത്തിന് വെളിച്ചമായി നമ്മൾ മാറണമെന്ന കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. യൂദിത്തിന് അത് സാധിച്ചു. തൻ്റെ പ്രവൃത്തിയിലൂടെ സ്വർഗത്തെ ഉയർത്താൻ, കർത്താവിന് മഹത്വം നൽകാൻ, ജനം മുഴുവൻ കർത്താവിനെ ഏറ്റുപറയാൻ തക്കവിധം അവളുടെ പ്രവൃത്തികൾ കർത്താവിന് മഹത്വമുള്ളതായി തീരുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കൃപയ്ക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തികളിലൂടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിമ്രോദിനെയും ഷീനാർ നിവാസികളെയും പോലെ സ്വയം വലുതാകാൻ ശ്രദ്ധിക്കാതെ, അതിനു വേണ്ടി പ്രയത്നിക്കാതെ, കർത്താവിനെ ഉയർത്താൻ വേണ്ടി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രയത്നങ്ങൾ പരിപൂർണമായും ഫലഭൂയിഷ്ടമാകുമെന്ന തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ സൽപ്രവർത്തികളിലൂടെ സ്വർഗസ്ഥനായ പിതാവിന് മഹത്വം കിട്ടട്ടെ. കർത്താവിന്റെ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. അപ്രകാരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങ് നൽകുന്ന പ്രബോധനങ്ങൾക്കായി നന്ദി പറയുകയാണ്. കർത്താവെ, സർവ്വ മഹത്വവും അങ്ങേക്കെന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തികളിലൂടെയും കർത്താവെ അങ്ങ് ഉയർത്തപ്പെടട്ടെ, അങ്ങ് മഹത്വപ്പെടട്ടെ എന്നപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൂദിത്തിനെ പോലെ അങ്ങേക്ക് മഹത്വം നൽകുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്നപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം യേശുവിന്. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം യേശുവിന്. ഈശോയെ അങ്ങേക്ക് മഹത്വം. പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ഏറ്റുപറയുന്നു ഈശോയെ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ഹല്ലേലൂയ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഈശോയെ മഹത്വം അങ്ങേക്ക് മാത്രം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഹല്ലേലൂയ. മഹത്വം യേശുവിന്, മഹത്വം യേശുവിന്. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ കളിമൺ പാത്രങ്ങളാണ്, ഞങ്ങൾ അയോഗ്യദാസരാണ്. എങ്കിലും കർത്താവെ, അങ്ങ് ഞങ്ങളെ ഉയർത്തി. അങ്ങേക്ക് മഹത്വം കർത്താവേ, സർവ്വ മഹത്വവും അങ്ങേക്ക് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഹല്ലേലൂയ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ. യോഗ്യതയായി എനിക്കൊന്നുമില്ല, എൻ സർവ്വതും നീ തന്ന ദാനമല്ലോ. യോഗ്യതയായി എനിക്കൊന്നുമില്ല, എൻ സർവ്വതും നീ തന്ന ദാനമല്ലോ. മഹത്വം യേശുവേ, അങ്ങേക്ക് മാത്രം. സർവ്വമഹത്വം അങ്ങേക്ക് മാത്രം. കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം യേശുവിന്. ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം യേശുവിന്. പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ഹല്ലേലൂയ. പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങൾ
യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ഈശോയെ മഹത്വം. മഹത്വം യേശുവിന്. അങ്ങേക്ക് മാത്രം മഹത്വം യേശുവിന്. ആരാധന. മഹത്വം മഹത്വം യേശുവിന്. ഹല്ലേലൂയ. മഹത്വം യേശുവിന്. ഈശോയെ സർവ്വമഹത്വവും അങ്ങേക്ക് മാത്രം എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു. സർവ്വമഹത്വവും കർത്താവേ അങ്ങേക്ക് മാത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി ഈശോയെ. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിന് അധികം മഹത്വം നൽകുന്നവരായി നമുക്ക് ഓരോരുത്തർക്ക് രൂപാന്തരപ്പെടാം. ഒരു വലിയ കൃപ നമുക്ക് കർത്താവിൽ നിന്നും നേടിയെടുക്കാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ വിശ്വാസ യാത്രയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.